ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോരമ വരുന്നുണ്ട്. എൻ്റെ മൈ ഗോഡ്, നിങ്ങൾ എന്തായി സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട്, അത് ഞങ്ങളെ ആൻറ്റി കൂടി കേൾക്കേണ്ട കാര്യമാണ് പറയണത്. എന്താ എന്താ ശ്യാം മോനെ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, അതെ വേറൊന്നുമല്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി പറയാൻ തുടങ്ങുക കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ മുത്തശ്ശിയുടെ അമ്മമ്മയുടെ അടുത്ത് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയെന്നോ? അപ്പോൾ അമ്മ സമ്മതിച്ചോ അശ്വിൻ്റെയും അതുപോലെ തന്നെ ലാവണിയുടെയും വിവാഹത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, സമ്മതിച്ചു വെച്ചാൽ ഞാൻ സമ്മതിപ്പിച്ചു. പക്ഷേ അങ്ങനൊരു പെട്ടെന്നൊരു ഇതല്ല. അമ്മേനെ പോലുള്ള ഒരാളെ പെട്ടെന്ന് മെരുക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യമാണ് ചെയ്തത്. എന്ത് കാര്യം? കല്യാണത്തിനൊരു കുറച്ച് നാൾ ലാവണി ഇവിടെ വന്ന് നിൽക്കാനായിട്ട് ഞാൻ സമ്മതിപ്പിച്ചു. അയ്യേ, അത് പപ്പി ഷെയിമല്ലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പപ്പി ഷെയിം? കല്യാണം കഴിയാതെ ലാവണ്യമായിട്ട് കറങ്ങി നടക്കണതല്ലേ പപ്പി ഷെയിം എന്ന് പറയുമ്പോൾ, അതെന്തായാലും കൊള്ളാം, നല്ല ഐഡിയ തന്നെയാണ് എന്നൊക്കെ മനോരമയും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാവിലെ തന്നെ ശ്രുതി ഒടുത്തിറങ്ങി പോണ കാണുമ്പോൾ ചേച്ചി ആൻറ്റിയും ചോദിക്കേണ്ടത്, എല്ലാം നീ ഇതെവിടെ പോവാ? ഓഫീസിലേക്ക് പോവാം? നിനക്ക് എന്നിട്ട് വല്ല മറവി രോഗം ഉണ്ടോ? നീ എന്തിനാ ഓഫീസിലേക്ക് പോകുന്നത്? നീ അവിടെ റിസൈൻ ചെയ്തതല്ലേ? അയ്യോ, ഞാൻ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പോണതല്ല. എൻ്റെ ഒരു സാധനം ഞാൻ അവിടെ വെച്ച് മറന്നു. എന്ത് സാധനം? എൻ്റെ ചെറിയൊരു കൃഷ്ണ വിഗ്രഹം. അതിന് ഞാൻ എൻ്റെ ടേബിളിൽ വെച്ച് മറന്നു. എനിക്ക് ഇപ്പോൾ സ്വപ്നത്തിൽ ഓർമ്മ വന്നതാ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ കാര്യം. അതുകൊണ്ട് എനിക്കത് പോയി എടുത്തേ പറ്റൂ എന്ന് പറയുവാണ്. ദേ പ്രീതിമോളെ, ഇവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയില്ല മറവി രോഗം അത് ഇവൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ, പ്ലീസ് ആൻറ്റി ഞാൻ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാം, ഞായറാഴ്ച ഉണ്ട്, അയാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോകുവാണ്ട് ശ്രുതി. ഇവളുടെ ഒരു കാര്യം പറഞ്ഞാലും അനുസരിക്കില്ല എന്നൊക്കെ ആൻറ്റി പറയുന്നുണ്ട്. ശ്യാമിൻ്റെ തല മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അഞ്ജലി. ഇടയ്ക്കിടയ്ക്ക് അഞ്ജലി ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ശ്യാം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എൻ്റെ രാജകുമാരി ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കണം, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചേട്ടന് പ്രത്യേക ഒരു കഴിവുണ്ട് ആൾക്കാരെ മയക്കി വശീകരിച്ചെടുക്കാനായിട്ട്. നീ അതെന്താ അങ്ങനെ പറഞ്ഞത്? നീ അങ്ങനെ പറഞ്ഞതിൽ എന്തോ ഒരു അർത്ഥം ഉണ്ടല്ലോ. അയ്യോ, ഞാനൊരു അർത്ഥത്തിലും പറഞ്ഞല്ല, നല്ല അർത്ഥത്തിൽ തന്നെ പറഞ്ഞതാ. ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ലായിരുന്നു. അശ്വിൻ്റെ ലാവണ്യയുടെ കാര്യം അത് നൈസായിട്ട് സാധിച്ചെടുത്തല്ലോ, അതിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് പറയുമ്പോൾ, അത് വേറൊന്നുമല്ല എൻ്റെ രാജകുമാരി, ഞാനൊരു അറിയപ്പെടുന്ന വക്കീലല്ലേ, അപ്പോൾ എനിക്കിതിൻ്റെ കുറച്ച് പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ അറിയാം എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കഥകിലാരും മുട്ടുമ്പോഴേക്കും അഞ്ജലി പോയി കഥക് തുറക്കുമ്പോഴേക്കും അത് അശ്വിനാണ് കേട്ടോ. ആഹാ കുഞ്ഞ്, നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, നീ എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണോ? എന്താ ഇത്ര സന്തോഷം ചോദിക്കുമ്പോൾ, ഒന്നുമില്ല ചേച്ചി. എന്നാൽ നിനക്ക് സന്തോഷമുള്ള കാര്യം ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും, അതെന്താ? അത് ലാവണ്യനെ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിർത്താൻ വേണ്ടി അമ്മ സമ്മതിച്ചു. നിൻ്റെ ഈ ചേട്ടൻ സമ്മതിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സത്യമാണ് ചേച്ചി എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ ആ കുറച്ച് ദിവസത്തിൽ അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം, അതാണ് അവളുടെ ടാസ്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിന് സന്തോഷമാവും കേട്ടോ. അതിനുശേഷം അളിയൻ്റെ കയ്യിലെന്താ എന്ന് ശ്യാം ചോദിക്കുമ്പോൾ, ഇതിനെ ഏട്ടനെ തരാൻ വെച്ച ഒരു ഗിഫ്റ്റാണ്. കൈക്കൂലിയാണോടാ ചോദിക്കുമ്പോൾ, കൈക്കൂലിയൊന്നുമല്ല ചേട്ടാ, ഇത് മേടിച്ചിട്ട് 2-3 ദിവസമായി, ഇപ്പോഴാണ് സമയം കിട്ടുക, അപ്പോൾ കയ്യോടെ തരാൻ ചോദിച്ചു, തുറന്നു നോക്ക് എന്ന് പറയുമ്പോൾ അതിൽ പെയർ വാച്ചായിരുന്നു കേട്ടോ. കൊള്ളാലോ, ഞങ്ങൾക്ക് 2 പേർക്കുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി ആ വാച്ച് എടുക്കുന്നുണ്ട്. കൊള്ളാലോടെ കുഞ്ഞ, ചേട്ടൻ്റെ കൈ ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ആ വാച്ച് എടുത്തിട്ട് നമ്മുടെ ശ്യാമിനോട് പറയാം, ചേട്ടാ കൈയൊന്ന് കാട്ടിക്കുക പറഞ്ഞിട്ട് ആ വാച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കൊള്ളാം, നല്ല സ്റ്റൈലായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് കൈ നീട്ടാൻ പറയുവാണ് ശ്യാമ. അഞ്ജലിയുടെ കയ്യിലും വാച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിൻ്റെ കൈക്കും ഇത് ചേരുന്നുണ്ട് രാജകുമാരി എന്ന് ശ്യാം പറയുന്നുണ്ട്. അളിയത് എവിടെ പോകാൻ നിൽക്കുക? ഞാനൊന്ന് ഓഫീസ് വരെ പോവാം, ഞായറാഴ്ചയല്ലേ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ, എനിക്ക് എവിടെ ഞായറാഴ്ച ചേച്ചി, അത് കുറച്ച് പണിയുണ്ട്, അത് തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറയുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അത്രയും ഞങ്ങൾക്കുള്ളോടാ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. ശ്യാം അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, എല്ലാം റെഡിയാകും എന്നൊക്കെ പറയുവാണ്. അങ്ങനെ നമ്മുടെ അശ്വിൻ ഓഫീസിലേക്ക് പോണ വഴിക്ക് ലാവണ്യനെ വിളിക്കേണ്ട. ലാവണ്യ പറയുന്നുണ്ട്, ASR സാർ ഒരു ഉപകാരം ചെയ്യാവോ? എൻ്റെ അടുത്ത് ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ മാറണം, റൂം കാലി ആക്കണമെന്ന് ഇവിടുത്തെ ഓണർ പറഞ്ഞിരിക്കുക, എനിക്ക് നല്ലൊരു പെയിൻ ഗസ്റ്റായിട്ട് നിൽക്കാൻ പറ്റിയൊരു എന്തെങ്കിലും സംഭവം ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുമ്പോൾ, നീ നിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക, നീ നാളെ എൻ്റെ വീട്ടിലേക്ക് താമസം മാറുക. ASRൻ്റെ വീട്ടിലേക്കോ? അതെങ്ങനെ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, നീ എന്തായാലും നിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുക, നാളെ മുതൽ നീ എൻ്റെ വീട്ടിലാണ് എന്ന് പറയുമ്പോഴേക്കും, ASR എങ്ങോട്ടൊന്നും പറയണ്ട, നീ എല്ലാം റെഡിയാക്കി വെക്ക്, ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലാവണ്യക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാണ്ട് അങ്ങനെ നിൽക്കുവാണ്.
അങ്ങനെ അശ്വിൻ ഓഫീസിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ ക്യാബിനെയാണ് കേട്ടോ നോക്കുന്നത്. അവിടെ നോക്കുമ്പോഴേക്കും അവിടെ കൃഷ്ണവിഗ്രഹം നമ്മുടെ അശ്വിൻ കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അശ്വിനെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി അന്ന് സാരി എടുത്ത് വന്നതും അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോയതും ശ്രുതി നോക്കിയതും എല്ലാം തന്നെ അശ്വിൻ ആലോചിക്കുകയാണ്. ആ സമയത്ത് അവിടെ സെക്യൂരിറ്റി അല്ല, ആ ചേട്ടൻ വരുന്നുണ്ട്. അല്ല ഇതെന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് ശ്രുതി മേഡത്തിൻ്റെ കൃഷ്ണവിഗ്രഹ, ഇതവർ കൊണ്ടുപോകാൻ മറന്നുപോയോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അതെ, എന്നൊരു കാര്യം ചെയ്യും, ഇത് എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലെത്തേക്കാനുള്ള വഴിയെ ചെയ്യും എന്ന് അശ്വിൻ ആ ചേട്ടനോട് പറയുന്നുണ്ട്. ശരി സർ എന്ന് പറയുവാണ്. പിന്നെ എൻ്റെ കാറിൽ കുറച്ച് ഫയൽസ് ഉണ്ട്, അത് ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ നേരെ ക്യാബിനിലേക്ക് കയറി പോവുക. ആ ചേട്ടൻ ആ കൃഷ്ണവിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ശേഷം ശ്യാമിനെ ആൻറ്റി വിളിക്കുക കേട്ടോ. അല്ല ഷാമോനെ, നീ ഇതെവിടെയാണ് പോയിട്ട് കുറച്ച് 2-3 ദിവസം ആയാലോ എന്ന് പറയുമ്പോൾ നീ എപ്പോഴാണ് വരുന്നത് ചോദിക്കുമ്പോൾ കുറച്ച് പണിയുണ്ട് ആൻറ്റി, അത് കഴിഞ്ഞിട്ട് വരാം. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ വരാൻ പറ്റുമോ? അതൊക്കെ ഞാൻ നോക്കട്ടെ ആൻറ്റി. സംശയമാണോ ഇന്നല്ലെങ്കിൽ നാളെ വരാൻ പറ്റുമെന്ന്? വേറൊന്നല്ല ഷാമോനെ, വീട്ടിലൊരാൾ മാറി നിൽക്കണ പോലത്തെ ഒരു തോന്നൽ, അതുകൊണ്ടിട്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചത്. നീ നിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുക. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ശരി ആൻറ്റി, ഞാൻ പരമാവധി നേരത്തെ തന്നെ അവിടേക്ക് വരാം എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി വരുന്നുണ്ട്. അഞ്ജലിനെ കാണുമ്പോൾ ശ്യാം പറയുന്നുണ്ട് അതെൻ്റെ ഒരു ക്ലയൻറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക. ആ സമയത്ത് അഞ്ജലി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. ഒരു നിമിഷം ശ്രുതി അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെ പേടിച്ച് കയറുമ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കുകയല്ല, ഞാൻ എന്തിനാ പേടിച്ച് കയറണത്, ഞാനതിന് ഇവിടുത്തെ ആരുമല്ലല്ലോ, എൻ്റെ ഒരു സാധനം എടുക്കാൻ വന്നു, അത്രയല്ലേ ഉള്ളൂ അതൊക്കെ എന്നെ വിചാരിച്ചിട്ട് അകത്തേക്ക് കയറുവാണ്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ അകത്ത് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അശ്വിനും അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ക്യാബിനിൽ നിന്ന്. അങ്ങനെ അശ്വിന് പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ശ്രുതി അവിടെ ആടിപ്പാടി നടന്നു വരുവാണ്. ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, സൺഡേ ആയതുകൊണ്ട് കടലമിഠായി ഇന്ന് ഉണ്ടാവില്ല, ഭാഗ്യം രക്ഷപ്പെട്ടു, കൃഷ്ണവിഗ്രഹം എടുത്ത് പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം എന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്നാണ് അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നടന്നു വരുക. പക്ഷേ ശ്രുതി അശ്വിനെ കാണുന്നില്ല കേട്ടോ. ശ്രുതി അങ്ങനെ നടന്നു പോയിട്ട് പെട്ടെന്ന് സത്തൻ്റെ ക്യാബിനിലേക്ക് പോയിരിക്കുവാണ്. അവിടെ നിന്ന് പെട്ടെന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അശ്വിനെ കാണുന്നത്. അശ്വിനെ കാണുമ്പോഴേക്കും ശ്രുതി ഒന്നും അറിയാത്ത പോലെ, അയ്യോ ഈ കടലമിട്ടി ഇവിടെ ഉണ്ടായിരുന്നോ, കുഴപ്പമില്ല, ഞാനെന്തിനാ ഇയാളെ പേടിക്കണത്, എൻ്റെ കൃഷ്ണവിഗ്രഹം ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ആ ചേട്ടൻ വരുന്നുണ്ട്. ശ്രുതി മാഡമാ, എന്താ മാഡം? അല്ല ഞാൻ എൻ്റെ ഒരു കൃഷ്ണവിഗ്രഹം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വന്നത്. മാഡത്തിൻ്റെ കൃഷ്ണവിഗ്രഹം വീട്ടിലെത്തിക്കണമെന്ന് അശ്വിൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുക, ഞാൻ എടുത്തരാം മാഡം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ശ്രുതി ലക്ഷ്മി ഒന്നിങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ തനിക്ക് പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് തന്നോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, താൻ എൻ്റെ ക്യാബിനിലേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിയിരിക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അങ്ങനെ ശ്രുതിനെയും അശ്വിനെയും മാറി മാറി കാണിക്കുകയാണ്. അശ്വിൻ അങ്ങനെ ശ്രുതിനെ ഇങ്ങനെ വിളിച്ചിട്ട് ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ കയറണോ വേണ്ടിയോ എന്ന് അറിയാണ്ട് അങ്ങനെ തന്നെ നിൽക്കുവാണ്. ആ ചേട്ടനാണെങ്കിൽ കൃഷ്ണവിഗ്രഹം എടുക്കാനായിട്ട് അകത്തേക്കും പോയി. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.